സുഹൃത്തുക്കളെ, ചില ആളുകൾ യാതൊരു ബഹളവുമില്ലാതെ, ആഡംബരങ്ങളില്ലാതെ, വലിയ ശമ്പളമില്ലാതെ പോലും പതുക്കെ എങ്ങനെയാണ് ധനികരാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം മറ്റു ചിലർ നല്ല വരുമാനമുണ്ടായിട്ടും എപ്പോഴും പണത്തിനു പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യമിതാണ്, സമ്പത്തുണ്ടാകുന്നത് വരുമാനത്തിൽ നിന്നല്ല, ശീലങ്ങളിൽ നിന്നാണ്. ലോകത്തൊരു രാജ്യമുണ്ട്. അവിടെ ആളുകൾ അച്ചടക്കം, ലാളിത്യം, നിശബ്ദമായ സ്ഥിരത എന്നിവയിലൂടെ സമ്പത്ത് സൃഷ്ടിക്കുന്നു. ആ ശീലങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാൻ കഴിയും. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എല്ലാ മാസവും കൂടുതൽ പണം ലാഭിക്കാൻ തുടങ്ങിയാൽ, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയാൽ, നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ മൂല്യം കണ്ടെത്തിയാൽ, തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയാൽ, വികാരങ്ങൾക്ക് പകരം ഒരു കൃത്യമായ സിസ്റ്റം പിന്തുടർന്നാൽ, ഒരു വർഷത്തിനു ശേഷം നിങ്ങളുടെ ജീവിതം എവിടെ എത്തി നിൽക്കും? വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ശരാശരി ആളുകൾ പണം കിട്ടുമ്പോഴേ അത് ചെലവാക്കുന്നു. എന്നാൽ സ്മാർട്ടായ ആളുകൾ പണത്തെ ആകർഷിക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇന്നത്തെ ഈ പവർഫുൾ വീഡിയോയിൽ നിശബ്ദമായി നിങ്ങളെ സമ്പന്നരാക്കുന്ന 9 ജാപ്പനീസ് ശീലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. ദിവസേനയുള്ള ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് അച്ചടക്കം എന്നത് കഴിവിനേക്കാൾ വലിയ ആയുധമാകുന്നത്? ലളിതമായ ചില മൈൻഡ്സെറ്റ് മാറ്റങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനവും സമ്പാദ്യവും ജീവിതത്തിന്റെ ദിശയും തന്നെ മാറ്റാൻ കഴിയുക? ഓർക്കുക, ഇതൊരു വെറും മോട്ടിവേഷൻ മാത്രമല്ല. സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്ന് പതുക്കെ പുറത്തുകടക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രായോഗികമായ അറിവുകളാണിത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം ഓരോ ശീലം കഴിയുമ്പോഴും ചിത്രം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇതിലെ ഒരൊറ്റ ശീലം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വിജയം, മണി മൈൻഡ്സെറ്റ്, സെൽഫ് ഗ്രോത്ത് എന്നിവയെക്കുറിച്ചുള്ള ഇതുപോലുള്ള പവർഫുൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ ക്വയറ്റ് റിച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ലോകം അവഗണിക്കുന്ന എന്നാൽ വിജയികൾ നിശബ്ദമായി പിന്തുടരുന്ന ആ രഹസ്യങ്ങൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1, കക്കീബോ ദി മൈൻഡ്ഫുൾ മണി ജേണൽ. പണം വരുന്നതും പോകുന്നതും നമ്മൾ അറിയാറുണ്ടെങ്കിലും അത് കൃത്യമായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാസത്തിന്റെ തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസമായിരിക്കും. പേഴ്സ് നിറഞ്ഞിരിക്കും, വലിയ പ്ലാനുകളുണ്ടാകും. എന്നാൽ മാസാടിസ്ഥാനത്തിൽ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുണ്ടാകൂ: പണം എവിടെ പോയി? സത്യം ഇതാണ്. പലർക്കും പണം തികയാതെ വരുന്നത് അവരുടെ വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടാണ്. പണം നിശബ്ദമായല്ല പോകുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇവിടെയാണ് കക്കീബോ നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. ജപ്പാന്റെ ഈ പവർഫുൾ ശീലം പറയുന്നു: ഓരോ ചെലവും എഴുതിവെക്കുക. വെറുതെ ഓർമ്മിച്ചു വെച്ചാൽ പോരാ, എഴുതുക. കാരണം എഴുതപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരും. മനസ്സിൽ മാത്രം നിൽക്കുന്നവ വെറും ഒഴിവുകഴിവുകളായി മാറും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇന്ന് ചായ കുടിച്ചു, ഓൺലൈനിൽ എന്തോ ഓർഡർ ചെയ്തു, അനാവശ്യമായി റീചാർജ് ചെയ്തു, സ്നാക്സ് വാങ്ങി, അങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പണം ചെലവാക്കി. ഓരോ ചെലവും ചെറുതായിരുന്നു. എന്നാൽ ആ ചെറിയ ചെലവുകൾ ഒത്തുചേരുമ്പോഴാണ് പേഴ്സിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാകുന്നത്. വ്യത്യാസമുണ്ടാകുന്നത് ഇവിടെയാണ്. ദരിദ്രമായ മൈൻഡ്സെറ്റ് വലിയ ചെലവുകളെ ഭയപ്പെടുന്നു. എന്നാൽ സ്മാർട്ട് മൈൻഡ്സെറ്റ് ചെറിയ ചോർച്ചകൾ അടയ്ക്കുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 2 പേർ മാസം 50,000 രൂപ വീതം സമ്പാദിക്കുന്നു. മാസാവസാനം ഒന്നാമത്തെയാൾക്ക് സ്ട്രെസ്സാണ് മിച്ചം, രണ്ടാമത്തെയാൾക്ക് സമ്പാദ്യവും. എന്തുകൊണ്ട്? കാരണം രണ്ടാമത്തെയാൾ കക്കീബോ പരീക്ഷിച്ചു. അയാൾ ഓരോ ചെലവും എഴുതിവച്ചു. ആവശ്യമായവ, ഉപകാരപ്രദമായവ, വൈകാരികമായവ, അനാവശ്യമായവ എന്നിങ്ങനെ അതിനെ തരംതിരിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അയാൾക്ക് സത്യം മനസ്സിലായി. പണത്തിനല്ല കുറവ്, അവബോധത്തിനാണ് കുറവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഓർക്കുക, വികാരങ്ങളെക്കാൾ സത്യസന്ധത അക്കങ്ങൾക്കാണ്. ഈ മാസം 2500 രൂപ വെറുതെ ആഗ്രഹങ്ങളുടെ പുറത്തുപോയെന്നും 1800 രൂപ ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾക്ക് പോയെന്നും 3000 രൂപ അനാവശ്യ ഷോപ്പിംഗിന് പോയെന്നും നിങ്ങൾ എഴുതിവെക്കുമ്പോൾ അവിടെ ഒഴിവുകഴിവുകൾ അവസാനിക്കുന്നു. എവിടെ ഒഴിവുകഴിവുകൾ അവസാനിക്കുന്നുവോ അവിടെ വളർച്ച തുടങ്ങുന്നു. കക്കീബോ എന്നത് വെറുതെ ചെലവുകൾ എഴുതിവെക്കലല്ല, അത് നമുക്ക് മുന്നിൽ ഒരു കണ്ണാടി വെക്കുന്നതിന് തുല്യമാണ്. പലരും മാർക്കറ്റിനെ കുറ്റം പറയുന്നു, കുടുംബത്തെ കുറ്റം പറയുന്നു, ശമ്പളത്തെ കുറ്റം പറയുന്നു. എന്നാൽ നോട്ട്ബുക്ക് തുറക്കുമ്പോൾ യഥാർത്ഥ വില്ലൻ മുന്നിലെത്തും: നമ്മുടെ നിയന്ത്രണമില്ലാത്ത ശീലങ്ങൾ. ഇതൽപ്പം കൈപ്പേറിയ സത്യമാണ്, എന്നാൽ പവർഫുള്ളാണ്. ഇനി സങ്കൽപ്പിക്കുക, നിങ്ങൾ എല്ലാ രാത്രിയിലും വെറും 5 മിനിറ്റ് മാറ്റിവെക്കുന്നു. അന്നത്തെ ചെലവുകൾ എഴുതുന്നു. സ്വയം ചോദിക്കുന്നു: ഇതാവശ്യമായിരുന്നോ? ഇതുകൊണ്ട് എന്ത് മൂല്യമുണ്ടായി? ഇത് ഒഴിവാക്കാമായിരുന്നോ? ഈ ചെറിയ ചോദ്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആദ്യത്തെ മാസം നിങ്ങൾക്കൊരൽപ്പം ഷോക്കാകും. രണ്ടാമത്തെ മാസം നിയന്ത്രണം വരും. മൂന്നാമത്തെ മാസം ആത്മവിശ്വാസം വരും. പതുക്കെ പണത്തെ ബഹുമാനിക്കുന്ന ആ വ്യക്തിയെ പണം തിരികെ ബഹുമാനിക്കാൻ തുടങ്ങും. സത്യമിതാണ്, സമ്പത്ത് എപ്പോഴും സമ്പാദ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് അവബോധത്തിൽ നിന്നാണ് തുടങ്ങുന്നത്.
പണം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ കൂടുതൽ പണം വന്നാലും ഇതുതന്നെ സംഭവിക്കും. തുക വലുതാകുമെന്നു മാത്രം. വരുമാനം കൂട്ടുന്നതിനു മുമ്പ് വ്യക്തത കൂട്ടുക. ഇന്നു മുതൽ ഒരു ലളിതമായ നിയമമുണ്ടാക്കുക. ഓരോ ചെലവും എഴുതുക. അത് 10 രൂപയായാലും 10,000 രൂപയായാലും. കാരണം തുകയല്ല ചെറുത്, ശീലമാണ് വലുത്. സാധാരണക്കാർ മടുത്തു പിന്മാറുന്ന ഇവിടെ വെച്ചാണ് അച്ചടക്കമുള്ളവർ നിശബ്ദമായി സമ്പന്നരാകാൻ തുടങ്ങുന്നത്. പക്ഷേ വെറുതെ ചെലവ് എഴുതിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ചിലർ എഴുതിവെക്കും, എന്നിട്ടും പാഴാക്കും. എന്തുകൊണ്ട്? അവിടെയാണ് അടുത്ത ശീലം നിങ്ങളെ സഹായിക്കുന്നത്. ഉള്ളതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും പണത്തെ എങ്ങനെ പിടിച്ചു നിർത്താമെന്നും അത് പഠിപ്പിക്കുന്നു. ചാപ്റ്റർ 2 മൊട്ടയിനായി ദി ആർട്ട് ഓഫ് നോ വേസ്റ്റ്. സ്വയം ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പണത്തിനാണോ അതോ പാഴാക്കുന്നതിലാണോ കുറവുള്ളത്? പലരും പറയും വരുമാനം കുറവാണ്, അവസരങ്ങൾ കുറവാണ്, ഭാഗ്യം കുറവാണ് എന്ന്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഏറ്റവും വലിയ കുറവ് അച്ചടക്കത്തിലല്ല, അവബോധത്തിലാണ്. പണം വെറുതെ ചെലവാകുകയല്ല, അത് ചോർന്നു പോകുകയാണ്. സമയം വെറുതെ കടന്നുപോകുകയല്ല, അത് പാഴാകുകയാണ്. എനർജി വെറുതെ കുറയുകയല്ല, തെറ്റായ സ്ഥലത്ത് എരിഞ്ഞുതീരുകയാണ്. സത്യമിതാണ്, പലരും ദരിദ്രരായി ജനിക്കുന്നതുകൊണ്ടല്ല, ദരിദ്രമായ ശീലങ്ങൾ കൊണ്ടാണ് അങ്ങനെയാകുന്നത്. ഇവിടെയാണ് ജപ്പാന്റെ അതിശക്തമായ ഫിലോസഫി കടന്നുവരുന്നത്. മൊട്ടയിനായി. മൊട്ടയിനായി എന്നാൽ മൂല്യമുള്ള ഒന്നിനെയും പാഴാക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അത് പണമാകാം, ഭക്ഷണമാകാം, വസ്ത്രമാകാം, സമയമാകാം, കഴിവുകളാകാം, അല്ലെങ്കിൽ ജീവിതം തന്നെയാകാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരാൾ ദിവസവും 150 രൂപ അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവാക്കുന്നു. കോഫി, സ്നാക്സ്, ഓൺലൈൻ ഡീലുകൾ, മൂഡ് ഷോപ്പിംഗ്. അതൊരു ചെറിയ തുകയാണെന്ന് അയാൾക്ക് തോന്നാം. എന്നാൽ ഒരു മാസം അത് 4500 രൂപയാകും. ഒരു വർഷം 54,000 രൂപ. 10 വർഷം കൊണ്ട് ആ ചെറിയ ശീലങ്ങൾ ലക്ഷങ്ങളാണ് വിഴുങ്ങുന്നത്. വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ശരാശരി ആളുകൾ തുക നോക്കുന്നു. സ്മാർട്ട് ആളുകൾ പാറ്റേൺ നോക്കുന്നു. മൊട്ടയിനായി വെറും പണം ലാഭിക്കുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അത് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ളതിനെ വിലമതിക്കുക. പകുതി ഭക്ഷണം പ്ലേറ്റിൽ ഉപേക്ഷിക്കുന്നത്, വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ഒരിക്കലും ധരിക്കാതിരിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് മറന്നുപോകുന്നത്, മണിക്കൂറുകളോളം ഫോണിൽ സ്ക്രോൾ ചെയ്ത് മനസ്സ് മടുപ്പിക്കുന്നത്, ഇതൊന്നും വെറും പാഴാക്കലല്ല, ഇത് നിങ്ങളോട് തന്നെയുള്ള അനാദരവാണ്. ഓർക്കുക, തനിക്കുള്ള വിഭവങ്ങളെ ബഹുമാനിക്കാത്തവന്റെ അടുത്ത് വിഭവങ്ങൾ ഒരിക്കലും നിൽക്കില്ല. 2 പേരെ സങ്കൽപ്പിക്കുക. 2 പേർക്കും ഒരേ ശമ്പളമാണ്. ഒന്നാമത്തെയാൾ എല്ലാ മാസവും പുതിയ ഗാഡ്ജറ്റുകൾ ആഗ്രഹിക്കുന്നു, ട്രെൻഡുകൾ പിന്തുടരുന്നു, ഓഫറുകൾ കണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. രണ്ടാമത്തെയാൾ തന്റെ ഫോൺ അത്യാവശ്യം കഴിയുന്നതുവരെ ഉപയോഗിക്കുന്നു, സാധനങ്ങൾ നന്നായി പരിപാലിക്കുന്നു, ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്നാമത്തെയാൾ EMIകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ രണ്ടാമത്തെയാൾ നിക്ഷേപങ്ങളിലൂടെ വളരുന്നു. എന്തുകൊണ്ട്? കാരണം സമ്പത്ത് പലപ്പോഴും വരുമാനത്തിൽ നിന്നല്ല, ചോർച്ച തടയുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൊട്ടയിനായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓരോ സാധനം വാങ്ങുന്നതിനു മുമ്പും ചോദിക്കുക, ഇതൊരു ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ? ഓരോ മണിക്കൂറും ചെലവഴിക്കുന്നതിനു മുമ്പ് ചോദിക്കുക, ഇത് എനിക്ക് വളർച്ച നൽകുമോ അതോ വെറും ശ്രദ്ധതിരിക്കൽ മാത്രമാണോ? ഓരോ കഴിവും ഉപയോഗിക്കുന്നതിനു മുമ്പ് ചോദിക്കുക, ഞാനിതിനെ പ്രയോജനപ്പെടുത്തുകയാണോ അതോ പാഴാക്കുകയാണോ? ഈ ചെറിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാവി മാറ്റും. സത്യം ഇതാണ്. ധനികനാകാൻ കൂടുതൽ സമ്പാദിക്കണം എന്നാണ് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതെ, സമ്പാദിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ബക്കറ്റിൽ ദ്വാരമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ല. ആദ്യം ദ്വാരങ്ങൾ അടയ്ക്കുക. ആദ്യം പാഴാക്കുന്നത് നിർത്തുക. ആദ്യം മൂല്യം തിരിച്ചറിയുക. ഇന്നു മുതൽ ഒരു ചെറിയ ചലഞ്ച് ഏറ്റെടുക്കുക. അടുത്ത 7 ദിവസത്തേക്ക് അനാവശ്യമായ ഒരു പർച്ചേസുമില്ല, ഭക്ഷണം പാഴാക്കില്ല, അനാവശ്യമായ ഫോൺ സ്ക്രോളിംഗ് കുറയ്ക്കും. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം തന്നെ എത്രമാത്രം സമൃദ്ധിയുണ്ടെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ശ്രദ്ധയില്ലായിരുന്നു എന്നു മാത്രം. വിജയികൾ വേറിട്ടു നിൽക്കുന്നത് ഇവിടെയാണ്. അവർ ഓരോ വിഭവത്തെയും ആയുധമാക്കുന്നു. ശരാശരി ആളുകൾ വിഭവങ്ങളെ വെറും എന്റർടൈൻമെന്റാക്കി മാറ്റുന്നു. ഓർക്കുക, പണം സമ്പാദിക്കുന്നതിനു മുമ്പ് പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുക. സമയം ലഭിക്കുന്നതിനു മുമ്പ് സമയത്തെ ബഹുമാനിക്കുക. എന്നാൽ വെറുതെ പാഴാക്കുന്നത് തടഞ്ഞതുകൊണ്ട് മാത്രം സമ്പത്തുണ്ടാകില്ല. വളർച്ചയില്ലെങ്കിൽ സമ്പാദ്യവും പരിമിതമായിരിക്കും. അതുകൊണ്ട് ദൈനംദിനമുള്ള ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനെ അൺസ്റ്റോപ്പബിൾ ആക്കുന്നതെന്ന് അടുത്ത ശീലം നമ്മെ പഠിപ്പിക്കും. യഥാർത്ഥ മുന്നേറ്റം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ചാപ്റ്റർ 3 കെയ്സൻ സ്മോൾ ഡെയിലി ഇംപ്രൂവ്മെന്റ്സ്. ചില ആളുകൾ പെട്ടെന്ന് വിജയത്തിലെത്തിയതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അവരുടെ വിജയം ഒരിക്കലും പെട്ടെന്നാകുന്നില്ല. ഒരു ദിവസം എല്ലാം മാറിയതായി പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നും. എന്നാൽ ഉള്ളിൽ ആ മാറ്റം ദിവസേനയുള്ള ചെറിയ ചുവടുവെപ്പുകളുടെ ഫലമാണ്. സത്യം ഇതാണ്. ആളുകൾക്ക് വലിയ റിസൾട്ട് വേണം, എന്നാൽ അവർ ചെറിയ പ്രവൃത്തികളെ അവഗണിക്കുന്നു.
അവർക്ക് കോടികൾ വേണം, പക്ഷെ 100 രൂപ ലാഭിക്കുന്നത് ബോറടിയായി തോന്നുന്നു. ഫിറ്റായ ശരീരം വേണം, പക്ഷെ 10 മിനിറ്റ് നടക്കാൻ മടിയാണ്. റിച്ചായ ഒരു ലൈഫ് വേണം, പക്ഷെ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അവർക്കിഷ്ടമല്ല. ഈ തെറ്റാണ് ശരാശരി ആളുകളെ എപ്പോഴും ശരാശരിയായി തന്നെ നിലനിർത്തുന്നത്. ഇവിടെയാണ് ജപ്പാന്റെ അതിശക്തമായ തത്വം വരുന്നത്, കെയ്സൻ. കെയ്സൻ എന്നാൽ തുടർച്ചയായ ചെറിയ മെച്ചപ്പെടുത്തലുകൾ എന്നാണ് അർത്ഥം. ഓരോ ദിവസവും അല്പം കൂടെ മികച്ചതാകുക, അല്പം മാത്രം. പെർഫെക്റ്റ് ആകണമെന്നില്ല, പുരോഗതിയാണ് വേണ്ടത്. കാരണം ജീവിതം മാറുന്നത് വലിയ കുതിച്ചുചാട്ടങ്ങളിലൂടെയല്ല, മറിച്ച് ശീലങ്ങളിലൂടെയാണ്. ഒന്ന് സങ്കൽപ്പിക്കുക, ഒരാൾ ദിവസവും വെറും 20 മിനിറ്റ് ഫിനാൻസിനെക്കുറിച്ച് പഠിക്കുന്നു, 100 രൂപ നിക്ഷേപിക്കുന്നു, തന്റെ ജോലിയിൽ 1% മെച്ചപ്പെടുത്തൽ വരുത്തുന്നു, ഒരു മോശം ശീലം കുറയ്ക്കുന്നു. രണ്ടാമത്തെയാൾ മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നു, വലിയ പ്ലാനുകളുണ്ടാക്കുന്നു, വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ പ്രവൃത്തി 0. 1 വർഷത്തിനു ശേഷം ഇവരുടെ വ്യത്യാസം നമ്മെ ഞെട്ടിക്കും. എന്തുകൊണ്ട്? കാരണം കോമ്പൗണ്ടിംഗ് പണത്തിൽ മാത്രമല്ല, ശീലങ്ങളിലും സംഭവിക്കുന്നു. വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ്. പരാജിതർ തീവ്രതയിലാണ് ജീവിക്കുന്നത്, വിജയികൾ സ്ഥിരതയിലാണ്. തിങ്കളാഴ്ച ആവേശത്തോടെ 5 മണിക്കൂർ ജോലി ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ 300 ദിവസവും 30 മിനിറ്റ് വീതം നൽകാൻ ബുദ്ധിമുട്ടാണ്. എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതിനാണ് മൂല്യമുള്ളത്. ഓർക്കുക, നാടകീയമായ മാറ്റങ്ങൾ കാണാൻ നല്ലതാണ്. എന്നാൽ നിശബ്ദമായ മാറ്റങ്ങളാണ് ജീവിതം മാറ്റിമറിക്കുന്നത്. ദിവസവും സ്വയം ചോദിക്കാൻ കെയ്സൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നലത്തേക്കാൾ 1% മികച്ചതാകാൻ എനിക്കിന്ന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ സ്കിൽ പഠിക്കുക. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സ് മെച്ചപ്പെടുത്തുക. പണം കുറവാണെങ്കിൽ ചെലവുകളെക്കുറിച്ചുള്ള ബോധ്യം വർദ്ധിപ്പിക്കുക. ആത്മവിശ്വാസം കുറവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുക. ഈ ചെറിയ വിജയങ്ങളാണ് ഭാവിയിലേക്കുള്ള അടിത്തറ. സങ്കൽപ്പിക്കുക, ഒരു ട്രേഡർ ദിവസവും കൃത്യമായി ജേണൽ എഴുതുന്നു. ഒരു വിദ്യാർത്ഥി ദിവസവും 5 പേജ് വായിക്കുന്നു. ഒരു ജീവനക്കാരൻ ദിവസവും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുന്നു. ഈ പ്രവൃത്തികൾ ചെറുതായി തോന്നാം, എന്നാൽ മാസങ്ങൾക്കു ശേഷം ഈ ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണപ്പെടാൻ തുടങ്ങും. അപ്പോൾ പുറത്തുനിന്നുള്ളവർ പറയും, അവൻ ഭാഗ്യവാനാണ്. സത്യം ഇതാണ്. ഭാഗ്യം എന്നത് പലപ്പോഴും ആവർത്തിച്ചുള്ള പ്രയത്നത്തിന്റെ മറ്റൊരു പേരാണ്. കെയ്സന്റെ ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. കാരണം തുടക്കത്തിൽ റിസൾട്ട് കാണില്ല. ആദ്യത്തെ 10 ദിവസം ബോറടിക്കും. ആദ്യത്തെ 30 ദിവസം വളരെ പതുക്കെയാണെന്ന് തോന്നും. ആദ്യത്തെ 60 ദിവസം സംശയങ്ങൾ വരും. എന്നാൽ ആരാണോ അവിടെ നിൽക്കാതെ മുന്നോട്ടു പോകുന്നത് അവർ ജയിക്കും. ശരാശരി ആളുകൾ പിന്മാറുന്നതും അച്ചടക്കമുള്ളവർ മുന്നോട്ടു പോകുന്നതും ഇവിടെ വെച്ചാണ്. ഇന്നു മുതൽ ഒരു നിയമമുണ്ടാക്കുക. വലിയ ലക്ഷ്യങ്ങൾ മറന്നേക്കൂ. ചെറിയ പ്രവൃത്തികൾ തുടങ്ങുക. ദിവസവും 50 രൂപ സേവ് ചെയ്യുക. ദിവസവും 15 മിനിറ്റ് പുതിയ കാര്യങ്ങൾ പഠിക്കുക. ദിവസവും 10 പുഷപ്പുകൾ ചെയ്യുക. ദിവസവും ഒരനാവശ്യ ചെലവ് ഒഴിവാക്കുക. ദിവസവും ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക. ചെറിയ കാര്യങ്ങളെ വിലകുറച്ച് കാണരുത്. അവയാണ് ഭാവിയിലെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത്. സത്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ ഒരു ദിവസം കൊണ്ട് മാറില്ല. അത് മാറുന്നത് ഡെയിലി റൂട്ടീനിലൂടെയാണ്. നിങ്ങളുടെ റൂട്ടീൻ ദുർബലമാണെങ്കിൽ സ്വപ്നങ്ങളും ദുർബലമായിരിക്കും. റൂട്ടീൻ ശക്തമാണെങ്കിൽ റിസൾട്ട് വരാൻ വൈകിയാലും ഉറപ്പായും വന്നിരിക്കും. പക്ഷേ വെറുതെ മെച്ചപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അത് തെറ്റായ ദിശയിലാണെങ്കിൽ ആ പ്രയത്നം നിങ്ങളെ തളർത്തുകയുള്ളൂ. അതുകൊണ്ട് ഏത് കാര്യത്തിലാണ് പ്രയത്നിക്കേണ്ടതെന്നും എന്ത് ലക്ഷ്യത്തിനാണ് ജീവിക്കേണ്ടതെന്നും അടുത്ത ശീലം പറഞ്ഞുതരും. അവിടെ നിന്നാണ് അധ്വാനത്തിന് ഒരർത്ഥം കൈവരുന്നത്. ചാപ്റ്റർ 4 ഇക്കിഗായ് പർപ്പസ് ഡ്രിവൺ വർക്ക്. സങ്കൽപ്പിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു. അലാറം അടിക്കുന്നു, എഴുന്നേൽക്കുന്നു, തയ്യാറാകുന്നു, ജോലിക്ക് പോകുന്നു, ദിവസം മുഴുവൻ കഷ്ടപ്പെടുന്നു, തിരികെ വരുന്നു, ക്ഷീണിച്ചു ഉറങ്ങുന്നു. വീണ്ടും ഇതേ സൈക്കിൾ ആവർത്തിക്കുന്നു. പുറമെന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലാണ്. എന്നാൽ ഉള്ളിലൊരു ചോദ്യം നിശബ്ദമായി എരിയുന്നുണ്ടാകും, ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? സത്യം ഇതാണ്. ലോകത്ത് ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ ലക്ഷ്യബോധത്തോടെ ജോലി ചെയ്യുന്നുള്ളൂ. ജോലി എന്നത് വെറുമൊരു നിർബന്ധമായി മാറുമ്പോൾ വരുമാനം ലഭിക്കുമെങ്കിലും ഊർജ്ജം നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് ജപ്പാന്റെ പവർഫുൾ കോൺസെപ്റ്റ് വരുന്നത്, ഇക്കിഗായ്. ഇക്കിഗായ് എന്നാൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാനുള്ള കാരണം എന്നാണ് അർത്ഥം. നിങ്ങളുടെ സ്കിൽ, മൂല്യം, അർത്ഥം എന്നിവ അടങ്ങിയ ഒരു ജോലി, ഒരു ദിശ, ഒരു സംഭാവന. ചിന്തിച്ചു നോക്കൂ, 2 പേർ ഒരേ സമയം ജോലി ചെയ്യുന്നു. ഒന്നാമത്തെയാൾ ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നു. രണ്ടാമത്തെയാൾ പഠിക്കുന്നു, വളരുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, തന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്നാമത്തെയാൾക്ക് മടുപ്പ് അനുഭവപ്പെടും, രണ്ടാമത്തെയാൾ വലിയ വിജയങ്ങളിലെത്തും. വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ജോലി ഒരു ഭാരമായി തോന്നുമ്പോൾ മനുഷ്യൻ തളരുന്നു. ജോലി ഒരു ലക്ഷ്യമാകുമ്പോൾ മനുഷ്യൻ വളരുന്നു. ഓർക്കുക,
പണം അത്യാവശ്യമാണ്, പക്ഷേ പണം മാത്രമല്ല ദീർഘകാലത്തേക്കുള്ള ഇന്ധനം. തുടക്കത്തിൽ ശമ്പളം നമ്മെ മോട്ടിവേറ്റ് ചെയ്തേക്കാം, പക്ഷേ പിന്നീട് അതിനൊരു അർത്ഥം ആവശ്യമായി വരും. നിങ്ങളുടെ ജോലി നിങ്ങളെ ഉള്ളിൽ നിന്ന് കൊല്ലുകയാണെങ്കിൽ വരുമാനം എത്ര കൂടിയാലും ജീവിതം ശൂന്യമായി അനുഭവപ്പെടും. അതുകൊണ്ട് ഇക്കിഗായ് ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത്? ഏത് കാര്യത്തിനാണ് ആളുകൾ നിങ്ങൾക്ക് പണം നൽകുക? ഏത് ജോലിയാണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഒരാൾ ജോലി ചെയ്യുന്നു, ഒപ്പം ഒഴിവു സമയങ്ങളിൽ പുതിയ സ്കില്ലുകൾ പഠിക്കുന്നുവെന്ന് കരുതുക. റൈറ്റിംഗ്, ഡിസൈനിംഗ്, ടീച്ചിംഗ്, സെയിൽസ്, കോഡിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ട്രേഡിംഗ്, സൈക്കോളജി, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എന്തുമാകാം. പതുക്കെ അയാൾക്ക് മനസ്സിലാകും ഏത് ജോലിയിലാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ആവേശവും ഒഴുക്കും ലഭിക്കുന്നതെന്ന്. കേസിന്റെ അടുത്ത രൂപമാണിത്. ആ ചെറിയ മാറ്റങ്ങൾക്കിപ്പോൾ ഒരു ദിശ കിട്ടിയിരിക്കുന്നു. ഒരു ദിശ കിട്ടുമ്പോൾ പ്രയത്നങ്ങൾ ഒരിക്കലും പാഴാകില്ല. സത്യം ഇതാണ്: പലരും തെറ്റായ കോണിപ്പടിയിലൂടെ അതിവേഗം കയറിക്കൊണ്ടിരിക്കുകയാണ്. വേഗതയുണ്ട്, അച്ചടക്കമുണ്ട്, കഠിനാധ്വാനമുണ്ട്, പക്ഷേ കോണിപ്പടി ചാരിവെച്ചിരിക്കുന്നത് തെറ്റായ മതിലിലാണ്. അതുകൊണ്ടാണ് മുകളിലെത്തിയിട്ടും അവർക്ക് ശൂന്യത അനുഭവപ്പെടുന്നത്. ഇവിടെയാണ് ഇക്കിഗായ് നിങ്ങളെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നത്: നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ഇക്കിഗായ് എന്നാൽ നാളെ മുതൽ എല്ലാം ഉപേക്ഷിച്ച് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുക എന്നല്ല അർത്ഥം. ഇന്നു മുതൽ വ്യക്തത കൊണ്ടുവരിക എന്നാണ്. ഇപ്പോഴുള്ള ജോലി ചെയ്യുമ്പോൾ തന്നെ ലക്ഷ്യം കണ്ടെത്തുക. ഏത് ജോലിയാണ് ഊർജ്ജം നൽകുന്നതെന്നും ഏതാണ് ഊർജ്ജം ചോർത്തിക്കളയുന്നതെന്നും മനസ്സിലാക്കുക. ഏത് സ്കില്ലാണ് ഭാവി തുറന്നുതരുന്നതെന്ന് പഠിക്കുക. ഏത് കാര്യമാണ് നിങ്ങൾക്ക് അഭിമാനം നൽകുന്നതെന്ന് തിരിച്ചറിയുക. ഇന്നു മുതൽ ഒരു ചെറിയ വ്യായാമം ചെയ്യുക. രാത്രിയിൽ എഴുതിവെക്കുക: ഇന്ന് ഏത് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ സമയം പോയതറിയാതിരുന്നത്? ഏത് കാര്യത്തിലാണ് എനിക്ക് സ്വാഭാവികമായി താൽപ്പര്യം വന്നത്? ഏത് ജോലിക്ക് ശേഷമാണ് എനിക്ക് സംതൃപ്തി ലഭിച്ചത്? സൂചനകൾ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ലക്ഷ്യം പെട്ടെന്ന് കിട്ടില്ല, അത് നിരീക്ഷിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. വിജയികൾ വേറിട്ടു നിൽക്കുന്നത് ഇവിടെയാണ്. അവർ വെറും ശമ്പളമല്ല നോക്കുന്നത്, മൂല്യം സൃഷ്ടിക്കാനാണ് നോക്കുന്നത്. കാരണം നിങ്ങൾ എത്ര വലിയ പ്രശ്നം പരിഹരിക്കുന്നുവോ അത്രയും വലിയ വരുമാനം നിങ്ങളെ തേടിയെത്തും. എന്നാൽ ലക്ഷ്യം കണ്ടെത്തിയതിനു ശേഷവും ഒരു ട്രാപ്പ് ബാക്കിയുണ്ട്: പെർഫെക്ഷന്റെ ട്രാപ്പ്. പലരും ദിശ മനസ്സിലാക്കുന്നു, എന്നിട്ട് എല്ലാം പെർഫെക്റ്റ് ആകുന്ന സമയത്തിനായി കാത്തിരുന്ന് വർഷങ്ങൾ പാഴാക്കുന്നു. അതുകൊണ്ട് അപൂർണതകളോടെ തന്നെ എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് അടുത്ത ശീലം പഠിപ്പിക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ചാപ്റ്റർ 5: വാബി സാബി, എംബ്രേസിംഗ് ഇംപെർഫെക്ഷൻ. എല്ലാം പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും നിർത്തിവെച്ചിട്ടുണ്ടോ? ശരിയായ സമയം വന്നില്ല, പണം കുറവായിരുന്നു, സ്കിൽ പൂർണ്ണമായിരുന്നില്ല, ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല, ക്യാമറ നല്ലതായിരുന്നില്ല, മാർക്കറ്റ് ക്ലിയർ അല്ലായിരുന്നു, ആളുകൾ പിന്തുണച്ചില്ല. ഈ കാത്തിരിപ്പിൽ മാസങ്ങൾ വർഷങ്ങളായി മാറി. സത്യം ഇതാണ്: പലരും തോൽക്കുന്നത് പ്രവൃത്തികൊണ്ടല്ല, കാത്തിരിപ്പുകൊണ്ടാണ്. അവർ തുടങ്ങിയതുകൊണ്ടല്ല തോൽക്കുന്നത്, തുടങ്ങാൻ വൈകിയതുകൊണ്ടാണ് തോൽക്കുന്നത്. ഇവിടെയാണ് ജപ്പാന്റെ ആഴമേറിയ ഫിലോസഫി വരുന്നത്: വാബി സാബി. അപൂർണതകളിലും സൗന്ദര്യമുണ്ട്, മൂല്യമുണ്ട്, പുരോഗതിയുണ്ട് എന്ന് വാബി സാബി പഠിപ്പിക്കുന്നു. പൊട്ടിയ സാധനങ്ങൾ ഉപയോഗശൂന്യമല്ല. അപൂർണമായ കാര്യങ്ങൾ വിലകെട്ടതല്ല. പരുക്കനായ തുടക്കങ്ങൾ നാണക്കേടല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ എപ്പോഴും പെർഫെക്റ്റായ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെയാൾ അപൂർണതകളോടെ തന്നെ തുടങ്ങുന്നു. ഒന്നാമത്തെയാളുടെ കയ്യിൽ ഐഡിയകളുണ്ട്, രണ്ടാമത്തെയാളുടെ കയ്യിൽ അനുഭവങ്ങളുണ്ട്. ഒന്നാമത്തെയാളുടെ കയ്യിൽ ഒഴിവു കഴിവുകളുണ്ട്, രണ്ടാമത്തെയാളുടെ കയ്യിൽ മുന്നേറ്റമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആരുടെ കയ്യിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക? വ്യത്യാസമുണ്ടാകുന്നത് ഇവിടെയാണ്. ലോകം എപ്പോഴും പ്രതിഫലം നൽകുന്നത് പെർഫെക്റ്റായ ആളുകൾക്കല്ല, പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ഓർക്കുക, പെർഫെക്ഷൻ എന്നത് എക്സലൻസിന്റെ പേരല്ല, അത് ഭയത്തിന്റെ മറ്റൊരു മുഖമാണ്. ഞാൻ തയ്യാറല്ല എന്നത് പലപ്പോഴും സത്യമല്ല, അതൊരു ഭയമാണ്. ഇത് ശരിയായ സമയമല്ല എന്നത് ലോജിക്കല്ല, അതൊരു കംഫർട്ട് സോണാണ്. കുറച്ചുകൂടി പഠിക്കട്ടെ എന്നിട്ട് തുടങ്ങാം എന്നത് വളർച്ചയല്ല, വൈകിപ്പിക്കലാണ്. ആ വൈകിപ്പിക്കലിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ വില നമ്മുടെ സമയമാണ്. സങ്കൽപ്പിക്കുക, ഒരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, പക്ഷേ ക്യാമറ പെർഫെക്റ്റ് അല്ല. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണം, പക്ഷേ ലോഗോ പെർഫെക്റ്റ് അല്ല. ഒരാൾക്ക് ഇൻവെസ്റ്റിംഗ് തുടങ്ങണം, പക്ഷേ മാർക്കറ്റ് പെർഫെക്റ്റ് അല്ല. ഒരാൾക്ക് സ്കിൽ പഠിക്കണം, പക്ഷേ റൂട്ടീൻ പെർഫെക്റ്റ് അല്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോകുന്നു. മറുവശത്ത് മറ്റൊരാൾ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങുന്നു, അടിസ്ഥാന ലോഗോ വെച്ച് തുടങ്ങുന്നു, ചെറിയ SIP വഴി തുടങ്ങുന്നു, അപൂർണമായ ഇംഗ്ലീഷ് വെച്ച് സംസാരിച്ചു തുടങ്ങുന്നു. അവരാണ് മുന്നേറുന്നത്. സത്യം ഇതാണ്: തുടക്കം എപ്പോഴും അലങ്കോലമായിരിക്കും, മാസ്റ്ററി പിന്നീടാണ് വരുന്നത്. വാബി സാബി നമ്മെ പഠിപ്പിക്കുന്നത് പോരായ്മകളെ ശത്രുവായി കാണരുത് എന്നാണ്. ആ പരുക്കൻ അരികുകളാണ് നിങ്ങളുടെ കഥയാകുന്നത്. തെറ്റുകളാണ് ഫീഡ്ബാക്ക് തരുന്നത്. തുടക്കത്തിലെ നാണക്കേടുകളാണ് ആത്മവിശ്വാസം വളർത്തുന്നത്. നിങ്ങൾ ഒരു ഓക്വേർഡ് ബിഗിനർ ആകുന്നതുവരെ നിങ്ങൾക്കൊരു മികച്ച ക്രിയേറ്റർ ആകാൻ കഴിയില്ല.
മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പേടിച്ച് ശരാശരി ആളുകൾ മാറി നിൽക്കുമ്പോൾ വിജയികൾ അപൂർണതകളോടെയാണെങ്കിലും മുന്നോട്ടു പോകുന്നു. ഇന്നു മുതൽ ഒരു പുതിയ നിയമമുണ്ടാക്കുക. പെർഫെക്റ്റ് ആകുന്നതിനായുള്ള കാത്തിരിപ്പ് നിർത്തുക. ഉള്ളതുകൊണ്ട് തുടങ്ങുക. ജിമ്മിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുക. വലിയ നിക്ഷേപം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറുതായി തുടങ്ങുക. സ്റ്റുഡിയോ ഇല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. പൂർണ്ണമായ വ്യക്തതയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. കാരണം വ്യക്തത വരുന്നത് നടക്കുമ്പോഴാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല. സത്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പെർഫെക്റ്റായ സാഹചര്യങ്ങളല്ല വേണ്ടത്, ആത്മാർത്ഥമായ പ്രവൃത്തിയാണ് വേണ്ടത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്വപ്നങ്ങൾ മനസ്സിൽ മാത്രം ഒതുങ്ങിപ്പോയവയാണ്. അവരെ ആരും തിരസ്കരിച്ചതല്ല, അവർ തന്നെ അത് വൈകിപ്പിച്ചതാണ്. മറ്റൊരു കൈപേറിയ സത്യം കൂടെ കേൾക്കുക. നിങ്ങൾ വിചാരിക്കുന്നത്ര നിങ്ങളുടെ പോരായ്മകൾ ആളുകൾ ശ്രദ്ധിക്കാറില്ല. ആളുകൾ അവരുടെ ജീവിതത്തിൽ തിരക്കിലാണ്. ഇനി ശ്രദ്ധിക്കുന്നവരാകട്ടെ, റിസൾട്ട് വരുമ്പോൾ കൈയടിക്കുന്നതും അവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പേടിച്ച് നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കരുത്. എന്നാൽ അപൂർണമായി തന്നെ തുടങ്ങിയാലും ഒരു വെല്ലുവിളി വരും, എല്ലാം നിയന്ത്രിക്കാനുള്ള ആഗ്രഹം. എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണം, എല്ലാ റിസൾട്ടും ഉടനെ കിട്ടണം. ലൈഫ് അതിന് സമ്മതിക്കാതെ വരുമ്പോൾ ആളുകൾ തകർന്നുപോകുന്നു. അതുകൊണ്ട് എപ്പോൾ നിർത്തണം, എത്രത്തോളം എടുക്കണം, എങ്ങനെ ബാലൻസ് ചെയ്യണം എന്ന അടുത്ത ശീലം നമ്മെ പഠിപ്പിക്കും. അവിടെ നിന്നാണ് സുസ്ഥിരമായ സമ്പത്തുണ്ടാകുന്നത്. ചാപ്റ്റർ 6 ഹാരാ ഹാച്ചി ബോധി 80% റൂൾ. ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കുറവായിരിക്കില്ല, മറിച്ച് കൂടുതലായിരിക്കാം. കൂടുതൽ ഭക്ഷണം, കൂടുതൽ പർച്ചേസ്, കൂടുതൽ സംസാരം, കൂടുതൽ പിന്നാലെ പോകൽ, കൂടുതൽ ഉപയോഗിക്കൽ. എത്രത്തോളം ലഭിക്കുന്നുവോ അത്രത്തോളം സന്തോഷം ലഭിക്കുമെന്നാണ് ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സത്യം ഇതാണ്, പലപ്പോഴും അമിതമാകുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെസ്. വയറു നിറയുന്നതിനു മുമ്പ് മനസ്സ് നിറയില്ല. പേഴ്സ് കാലിയാകുന്നതിനു മുമ്പ് ആഗ്രഹങ്ങൾ തീരില്ല. ഇവിടെയാണ് ജപ്പാന്റെ കാലാതീതമായ ശീലം കടന്നുവരുന്നത്, ഹാരാ ഹാച്ചിബു. ഇതിനർത്ഥം 100% വരെ നിറയ്ക്കാതെ 80% വരെ മാത്രം നിറയ്ക്കുക എന്നാണ്. പരമ്പരാഗതമായി ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ശക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. 80% വരെ കഴിക്കുക, 80% വരെ ചെലവാക്കുക, 80% വരെ കമ്മിറ്റ് ചെയ്യുക, 80% വരെ ഉപയോഗിക്കുക. കാരണം നിങ്ങൾ എപ്പോഴും 100% പരിധിവരെ പോകുമ്പോൾ റിക്കവറി ചെയ്യാനുള്ള സമയം ഇല്ലാതാകുന്നു, മാർജിൻ ഇല്ലാതാകുന്നു. മാർജിൻ ഇല്ലാത്ത ജീവിതം വളരെ പെട്ടെന്ന് തകർന്നു പോകാൻ സാധ്യതയുള്ളതാണ്. സങ്കൽപ്പിക്കുക, 2 പേർ 50,000 രൂപ സമ്പാദിക്കുന്നു. ഒന്നാമത്തെയാൾ 49,000 രൂപയും തന്റെ ലൈഫ് സ്റ്റൈലിനായി ചെലവാക്കുന്നു. രണ്ടാമത്തെയാൾ 40,000 രൂപയിൽ സുഖമായി ജീവിക്കുകയും ബാക്കി തുക നിക്ഷേപിക്കുകയും ചെയ്യുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ്. എന്നാൽ ഉള്ളിലൊരാൾ പ്രഷറിലാണ്, മറ്റേയാൾ പ്രോഗ്രസ്സിലാണ്. വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ശരാശരി ആളുകൾ വരുമാനം കൂടുമ്പോൾ ചെലവും കൂട്ടുന്നു. സ്മാർട്ട് ആളുകൾ മാർജിൻ കൂട്ടുന്നു. ഓർക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടാകുന്നത് ശമ്പളത്തിൽ നിന്നല്ല, ഈ ഗ്യാപ്പിൽ നിന്നാണ്. വരുമാനത്തിനും ചെലവിനും ഇടയിലുള്ള ആ ഗ്യാപ്പാണ് ഭാവി നിർണ്ണയിക്കുന്നത്. എല്ലാ മാസവും നിങ്ങളുടെ പണം മുഴുവനായി തീരുകയാണെങ്കിൽ നിങ്ങളുടെ പാക്കേജ് എത്ര വലുതായാലും നിങ്ങളൊരു ട്രാപ്പിലാണ്. അല്പമെങ്കിലും മിച്ചം പിടിക്കുകയും വളരുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിശബ്ദമായി അവിടെ സമ്പത്ത് ജനിക്കുകയാണ്. കയ്യിൽ പണമുള്ളതുകൊണ്ട് മാത്രം സാധനങ്ങൾ വാങ്ങണം എന്നില്ല എന്ന് ഹാരാ ഹാച്ചിബു നമ്മെ പഠിപ്പിക്കുന്നു. പുതിയ ഫോൺ ഇറങ്ങിയാൽ അത് വാങ്ങേണ്ട ആവശ്യമില്ല. വലിയ EMI എടുക്കുന്നത് പുരോഗതിയല്ല. എല്ലാ വീക്കെൻഡിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു റിവാർഡല്ല. എല്ലാ ഓഫറുകളും അവസരങ്ങളുമല്ല. പലപ്പോഴും നോ പറയുന്നതാണ് ഏറ്റവും ലാഭകരമായ തീരുമാനം. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഈ ലോജിക് തന്നെയുണ്ട്. 100% വയറു നിറയെ കഴിക്കുന്നത് ചെറിയ സന്തോഷം നൽകും. എന്നാൽ 80% നിർത്തുന്നത് ദീർഘകാല ആരോഗ്യം നൽകും. പണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. 100% ചെലവാക്കുന്നത് ചെറിയ ഡോപമിൻ നൽകും. 80% ചെലവാക്കുന്നത് ദീർഘകാല സുരക്ഷ നൽകും. സമയത്തിലും ഇതുതന്നെയാണ്. കലണ്ടർ ഫുള്ളായി വെക്കുന്നത് പ്രൊഡക്ടിവിറ്റിയല്ല, അത് പെട്ടെന്ന് തളർന്നു പോകാനുള്ള വഴിയാണ്. അല്പം സ്പേസ് വിടുന്നത് ബുദ്ധിയാണ്. സത്യം ഇതാണ്. ആളുകൾ എപ്പോഴും മാക്സിമം മോഡിലാണ് ജീവിക്കുന്നത്. മാക്സ് സ്പെൻഡിംഗ്, മാക്സ് സ്ട്രെസ്, മാക്സ് കമ്മിറ്റ്മെന്റ്സ്. എന്നിട്ടവർ ചോദിക്കും, എനിക്കെന്താ സമാധാനമില്ലാത്തതെന്ന്. കാരണം സമാധാനമിരിക്കുന്നത് ഈ മാർജിനുകളിലാണ്. ശ്വാസം വിടാനുള്ള ഇടങ്ങളിലാണ്. ബാങ്ക് ബാലൻസിന്റെ ബഫറിലാണ്. ഒഴിവു സമയങ്ങളിലെ ആ കുറച്ചു മണിക്കൂറുകളിലാണ്. ഇന്നു മുതൽ ഒരു ലളിതമായ നിയമം ഉണ്ടാക്കുക. എല്ലാ കാര്യങ്ങളിലും 80% ചിന്തിക്കുക. പ്ലേറ്റിൽ അല്പം സ്ഥലം ഒഴിച്ചിടുക. ബഡ്ജറ്റിൽ അല്പം സ്പേസ് വിടുക. ഷെഡ്യൂളിൽ അല്പം സമയം മാറ്റിവെക്കുക. എനർജിയിൽ അല്പം റിസർവ് വെക്കുക.
ഈ റിസർവാണ് എമർജൻസി സമയങ്ങളിൽ നിങ്ങളുടെ കവചമാകുന്നത്, അവസരങ്ങളിൽ ഇന്ധനമാകുന്നത്. വിജയികൾ വേറിട്ടു നിൽക്കുന്നത് ഇവിടെയാണ്. അവർ സമ്പാദിക്കുക മാത്രമല്ല, കപ്പാസിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. അവർ നിറയ്ക്കുക മാത്രമല്ല, ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഓവർലോഡായ മനുഷ്യർ എപ്പോഴും മോശം തീരുമാനങ്ങളാണ് എടുക്കുന്നത്. എന്നാൽ മനസ്സിൽ സ്പേസ് ഉള്ളവർ വ്യക്തമായി ചിന്തിക്കും. പക്ഷേ ജീവിതം സുഗമമായി പോകുമ്പോൾ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. യഥാർത്ഥ ടെസ്റ്റ് വരുന്നത് ജീവിതം നമുക്ക് വേദന നൽകുമ്പോഴാണ്, വൈകിപ്പിക്കലുകൾ നൽകുമ്പോഴാണ്, കഷ്ടപ്പാടുകൾ നൽകുമ്പോഴാണ്. സമൃദ്ധിയിൽ പലരും അച്ചടക്കമുള്ളവരായി കാണപ്പെടും. എന്നാൽ പ്രതിസന്ധികളിൽ അവർ തകർന്നു വീഴും. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് അടുത്ത ശീലം പറഞ്ഞുതരും. അവിടെ ആ വ്യക്തിത്വത്തിൽ നിന്നാണ് സമ്പത്ത് ജനിക്കുന്നത്. ചാപ്റ്റർ 7 ഗമാൻ എൻഡ്യൂറൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിലർ തകർന്നു പോകുന്നതും മറ്റു ചിലർ അതേ ബുദ്ധിമുട്ടുകളിൽ കൂടുതൽ ശക്തരാകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ടുപേർക്കും മുന്നിലുള്ളത് ഒരേ പ്രശ്നമാണ്. പ്രഷർ ഒരുപോലെയാണ്, വേദന ഒരുപോലെയാണ്. എന്നാൽ റിസൾട്ട് വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? കാരണം ജീവിതം എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവിനെയല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്. സത്യം ഇതാണ്. പലരും അറിവില്ലാത്തതുകൊണ്ടല്ല തോൽക്കുന്നത്, പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, എന്നാൽ വേണ്ടത്ര സമയം അവർക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെയാണ് ജപ്പാന്റെ പവർഫുൾ ശീലം കടന്നുവരുന്നത്. ഗമാൻ എന്നാൽ അന്തസ്സോടെ കഷ്ടപ്പാടുകൾ സഹിക്കുക, സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുക, വേദനയിലും അച്ചടക്കം നിലനിർത്തുക എന്നാണ് അർത്ഥം. നാടകീയതകളില്ലാതെ, പരാതികളില്ലാതെ, എല്ലാ ബുദ്ധിമുട്ടുകളിലും തകർന്നു പോകാതെ നിൽക്കുക. സങ്കൽപ്പിക്കുക, രണ്ടുപേർ ബിസിനസ് തുടങ്ങുന്നു. രണ്ടുപേർക്കും നഷ്ടങ്ങളുണ്ടാകുന്നു. വളർച്ച പതുക്കെയാകുന്നു. ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെയാൾ പാനിക്കാകുന്നു. എപ്പോഴും ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ തിരിച്ചടിയിലും ക്വിറ്റ് ചെയ്യാൻ ചിന്തിക്കുന്നു. രണ്ടാമത്തെയാൾ പഠിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു, പിടിച്ചു നിൽക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആരുടെ കയ്യിലായിരിക്കും ഒരു വിജയകഥയുണ്ടാവുക? വ്യത്യാസമുണ്ടാകുന്നത് ഇവിടെയാണ്. വിജയികൾ എപ്പോഴും ഏറ്റവും ബുദ്ധിയുള്ളവരാകണമെന്നില്ല, പലപ്പോഴും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും. ഓർക്കുക, വിജയം പലപ്പോഴും വേഗതയുടെ കളിയല്ല, അത് സ്റ്റാമിനയുടെ കളിയാണ്. തുടക്കത്തിലെ ആവേശത്തിൽ ഓടാൻ എളുപ്പമാണ്. എന്നാൽ നീണ്ട ബോറടിപ്പിക്കുന്ന സമയങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. തിങ്കളാഴ്ചകളിലെ മോട്ടിവേഷൻ സാധാരണമാണ്. എന്നാൽ 200 ദിവസത്തെ അച്ചടക്കം അപൂർവമാണ്. എന്താണോ അപൂർവം, അതിനാണ് വിലയുള്ളത്. ചിന്തിച്ചു നോക്കൂ, ട്രേഡിംഗിൽ ഒരു നഷ്ടം വന്നാൽ ശരാശരി മനുഷ്യൻ പ്രതികാരബുദ്ധിയോടെ വീണ്ടും ട്രേഡ് ചെയ്യും. ഗമാൻ ശീലമുള്ള ഒരാളൊന്നു നിൽക്കും, റൂൾസ് ഫോളോ ചെയ്യും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ശരാശരി മനുഷ്യൻ ദേഷ്യപ്പെടും. ഗമാൻ ശീലമുള്ളയാൾ തന്റെ സ്കിൽ വളർത്തും. ഫിറ്റ്നസിൽ റിസൾട്ട് പതിയാണെങ്കിൽ ശരാശരി മനുഷ്യൻ ഉപേക്ഷിക്കും. ഗമാൻ ശീലമുള്ളയാൾ റൂട്ടീൻ തുടരും. ഈ ചെറിയ പ്രതികരണങ്ങളാണ് ഭാവി തീരുമാനിക്കുന്നത്. സത്യം ഇതാണ്. ജീവിതം നിങ്ങളെ പ്രകോപിപ്പിക്കും, വൈകിപ്പിക്കും, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും, മറ്റുള്ളവരുടെ പുരോഗതി കാണിച്ചുതരും, നിങ്ങളുടെ അധ്വാനത്തെ അവഗണിക്കും. എന്നിട്ട് ചോദിക്കും, ഇനിയും നീ അച്ചടക്കത്തോടെ തുടരുമോ? ഇവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ആരും കൈയടിക്കാത്തപ്പോഴും ജോലി ചെയ്യുക, റിസൾട്ട് കാണാത്തപ്പോഴും പ്രോസസ്സ് പിന്തുടരുക, മൂഡില്ലാത്തപ്പോഴും എഴുന്നേറ്റ് പ്രവർത്തിക്കുക. ഗമാൻ എന്നാൽ കഷ്ടപ്പാടുകളെ ആരാധിക്കലല്ല. അതിനർത്ഥം വേദനകൾ ചുമക്കുക എന്നല്ല, ശക്തി നേടുക എന്നാണ്. അതിനർത്ഥം തെറ്റായ സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്നല്ല, ശരിയായ ദിശയിലുള്ള താൽക്കാലിക വേദനകളെ സഹിക്കുക എന്നാണ്. ജിമ്മിലെ വേദന, സ്കിൽ പഠിക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ, പണം സേവ് ചെയ്യുമ്പോഴുള്ള നിയന്ത്രണങ്ങൾ, ബിസിനസ്സിലെ അനിശ്ചിതത്വം, ഈ വേദനകൾ ഇൻവെസ്റ്റ്മെന്റാണ്, പണിഷ്മെന്റ് അല്ല. ഇന്നു മുതൽ പുതിയൊരു ചോദ്യം ചോദിക്കുക: ഞാൻ എന്തിനാണ് അസ്വസ്ഥതകളിൽ നിന്ന് ഓടിയൊളിക്കുന്നത്? ചെറിയ ബോറടി പേടിയാണോ? ചെറിയ റിജക്ഷൻ പേടിയാണോ? കാത്തിരിപ്പുകൾ പേടിയാണോ? ഓർക്കുക, കംഫർട്ട് എന്നത് ഹ്രസ്വകാലത്തേക്ക് നല്ലതായി തോന്നാം, എന്നാൽ ദീർഘകാലത്തേക്ക് അത് വളരെ ചെലവേറിയതാണ്. അച്ചടക്കം ഹ്രസ്വകാലത്തേക്ക് ബുദ്ധിമുട്ടായി തോന്നാം, എന്നാൽ ദീർഘകാലത്തേക്ക് അത് വിലമതിക്കാനാവാത്തതാണ്. മറ്റൊരു കൈപ്പേറിയ സത്യം കൂടെ കേൾക്കുക. കഴിവുണ്ടായിട്ടും പലരും പിന്നിലായി പോകുന്നത് അവരുടെ നെർവസ് സിസ്റ്റം വീക്കായതുകൊണ്ടാണ്. പ്രഷർ വരുമ്പോഴേക്കും അവരുടെ തീരുമാനങ്ങൾ തകർന്നുപോകുന്നു. അതുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നത് ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെ കൂടെ ട്രെയിനിംഗ് ആണ്. കോൾഡ് ഇമോഷൻസ്, ക്ലിയർ ആക്ഷൻസ്. ഇന്നു മുതൽ മൈക്രോ ഗമാൻ പ്രാക്ടീസ് ചെയ്യുക. അലാറം അടിച്ചാൽ എഴുന്നേൽക്കുക. ബഡ്ജറ്റ് ഉണ്ടാക്കിയാൽ അത് പിന്തുടരുക.